രാവിലെ എന്നെക്കാളും തിരക്കാണ് എൻ്റെ ഗുണ്ടപ്പന്. എല്ലാവരും പറഞ്ഞു വിടണ്ടേ. ഇതാ അതിൻ്റെ ഇരിപ്പാണ് ആ ഗമയിൽ. പിന്നെ കൊച്ചു രാവിലെ പോയി, ഇളയ കുഞ്ഞ്. പിന്നെ ചേട്ടനും പോകാൻ സമയം. അപ്പോഴേക്കും മൂത്തവൾ വിളിക്കുന്ന, അച്ഛാ ഒരു 10 മിനിറ്റ് നിൽക്കുമെങ്കിൽ ഞാനും കൂടി വരാം. അവൾക്ക് നല്ല പനിയും ഉണ്ട്, BP കുറഞ്ഞതിൻ്റെ. ഇങ്ങനെ ഇന്നലെ അപ്പോഴപ്പോഴാണ് ഞാൻ നാരങ്ങ വെള്ളവും പിന്നെ ഇങ്ങനെ മധുരവും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൾക്ക് കുറവില്ല. പക്ഷെ ഇന്ന് പോവില്ലായിരുന്നു, അവൾക്കൊരു എക്സാം ഉണ്ട്. അപ്പോൾ ഇൻ്റേണൽ എക്സാം പോയേ പറ്റുള്ളൂ. അപ്പം ചേട്ടൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും അങ്ങ് കോളേജ് വരെ അവൾക്ക് നടക്കാനും കുറച്ച് നടക്കമുണ്ടേ. അപ്പം പിന്നെ ചേട്ടൻ കുറച്ച് നേരം അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഹാണടി തന്നെ ഇരുന്നു കുറേ നേരം. ചേട്ടന് പോകാൻ നല്ല സമയമായി. പിന്നെ അവർക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് അവളെയും കൂടി കൊണ്ടുപോകുന്നത്. പിന്നെ എനിക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് ഞാനും ഗുണ്ടപ്പനും ദാ നിപ്പുണ്ട്. ഇവിടെ കയറി ഉയരൊക്കെ ഇറക്കോ. അതെന്റെ സന്തോഷമാണ് കേട്ടോ. കയറി ഇരിക്കാൻ പറഞ്ഞപ്പോൾ അതുപോലെ ഇരുന്ന് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം. പിന്നെ അവൻ്റെ ഈ ഇരിപ്പും ചന്തവും കണ്ടപ്പോൾ അവനെ എഴുപ്പിക്കാൻ തോന്നിയില്ല. പോയി ഒരു ദോശയും രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കുകയാണ് അവൻ. ദോശയും ചായയാണ്. പിന്നെ പാല് എടുത്ത് വെക്കാൻ മറന്നുപോയി കേട്ടോ. തേയിലപ്പൊടി അങ്ങ് ഇട്ടതും സംഭവം അവനുള്ള ഞാൻ ചായ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് തിളച്ച് വരണ സമയം കൊണ്ട് ഇത് ചൂടായി വരുമ്പോൾ ഞാൻ അവനെടുത്ത് അങ്ങ് മാറ്റി വയ്ക്കും. പക്ഷെ ഇന്ന് എടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റിയില്ല. പിന്നെ ചായയും ദോശയും തന്നെ ഇന്ന് കൊടുത്ത്. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ ചായ കൊടുക്കാമല്ലേ, കുഴപ്പമില്ല. ഇച്ചിരി ചായയല്ലേ കുടിക്കണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പ്രഭാത കർമ്മത്തിന് ഇറങ്ങിയാണ്. പ്രഭാത ഭക്ഷണം കഴിഞ്ഞു, ഇനി അടുത്ത് പ്രഭാത കർമ്മങ്ങൾ ചെയ്യുകയാണ്. അപ്പം എന്തായാലും നല്ല വെയിലുണ്ട് കേട്ടോ. ഇപ്പം 2 ദിവസത്തിന് ശേഷം ഇന്നലെ വരെ മഴയുണ്ടായിരുന്നു. ഇന്നിതാ നല്ല വെയിൽ വെട്ടമൊക്കെ ഉണ്ട്. ഞാനും കൊണ്ട് ഇങ്ങനെ പോകുന്നു. കുറച്ചിത്തിരി ഉള്ളിലോട്ടാണ് പോയത്. ഉള്ളിലെന്ന് പറയുമ്പോൾ റോഡിൽ നിന്ന് ഒരു 5 മിനിറ്റ് അങ്ങോട്ട്. വിറക് വേണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. ഇവിടെയൊക്കെ ചേച്ചിമാരും മരം വെട്ടുന്ന അണ്ണനും ഒക്കെ ഉണ്ട്. ഒരു സൈഡ് പറിച്ചിട്ടിട്ടുണ്ട്, ഒരു സൈഡ് കാടുണ്ട് കേട്ടോ. അപ്പോൾ അവർ കാടെടുക്കാൻ വേണ്ടി വന്ന ചേച്ചിമാരാണ്. 3-4 ചേച്ചിമാരുണ്ട്. പിന്നെ ചേച്ചിമാരെ കൊനസ്റ്റു ചോദ്യങ്ങളാണ്. ആഹാ, അവനെ ഒരു സ്നഗ്ഗി മേടിച്ചു കൊടുക്കാത്തത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, രാത്രി അവൻ എന്ത് ചെയ്യും? അപ്പം ഞാൻ രാത്രി അവന് ബാത്റൂമിൽ പോകേണ്ടതെന്ന് വെച്ചാൽ മുള്ളാനൊക്കെ ഞാൻ ഗേറ്റിൻ്റെ പുറത്ത് അപ്പുറത്തോട്ട് കൊണ്ടുവന്ന് ഗേറ്റിൽ വിടും. ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ അങ്ങോട്ട് തുടലിട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിന് പോകണമെങ്കിൽ പോട്ടെ. ഈ ചേച്ചിമാരാണ് എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചോദിച്ചത്. നിനക്കൊരു സ്നഗ്ഗി വാങ്ങിച്ചിട്ട് കൊടുത്തു. പിന്നെ വീട്ടിൽ വന്നു കുറച്ച് നേരം ഞാനും അവനും കൂടി വേണ്ടിയും പറഞ്ഞു ഇരുന്നു. ഇനി അടുത്ത് പാത്രമൊക്കെ തേച്ച് കഴുകണം. അപ്പം ഞാൻ അടുത്ത വീഡിയോ, ഇന്ന് എന്തായാലും എല്ലാ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്ത വീഡിയോ ഇടും. ഇതിൻ്റെ തൊട്ട് താഴെ ഞാൻ ഇടുന്നതാണ്. നിങ്ങൾ